അക്ഷരാർത്ഥത്തിൽ സംഭവിക്കുന്നത് നേരത്തെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ആകാശ ദൃശ്യങ്ങൾ കണ്ടു. അബിൻ വർക്കി, അൻവർ സാത്തുള്ള എന്നിവ സ്കൂട്ടറിൽ വരുന്നുണ്ട്. ഷാഫി പറമ്പിൽ മറ്റൊരു സ്കൂട്ടറിലുണ്ട്. ആര്യാടൻ ഷൗക്കത്ത് ആദ്യമുണ്ടായിരുന്ന ഓപ്പൺ വാഹനത്തിൽ നിന്ന് വേറെ ഓപ്പൺ ജീപ്പിലേക്ക് ഇപ്പോൾ കയറിയിരിക്കുന്നു. VS ജോയി അടക്കമുള്ളവർ അവിടെയുണ്ട്. ഷാഫി പറമ്പിൽ VT ബൽറാമുണ്ടോ, ബൽറാം അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ആ വാഹനത്തിലുണ്ട്. അങ്ങനെ അകമ്പടിയായി നേരത്തെ ആകാശ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി കാണിക്കുകയാണെങ്കിൽ ആകാശ ദൃശ്യങ്ങൾ മനോഹരമാണ്. അത് ഏത് രീതിയിലാണ് മുന്നണികളുടെ ശക്തി. നേരത്തെ ഈ പറഞ്ഞ പശ്ചിമഘട്ടത്തിലെ ഇളമ്പാരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിച്ച് 169 കിലോമീറ്റർ കുതിച്ചൊഴുകി ബേപ്പൂരിൽ നിന്നും കടലിലേക്ക് ചേരുന്ന നിലമ്പൂരിന്റെ സ്വന്തം നദി ചാലിയാർ, കേരളത്തിലെ 44 നദികളിൽ 4ാമത്തെ നീളമുള്ള നദിയാണ് ചാലിയാർ. ആ ചാലിയാർ പോലെ ഒഴുകിയെത്തുകയാണ്. പല സ്ഥലങ്ങളിൽ നിന്നായി ഉത്ഭവിച്ച് പല സ്ഥലങ്ങളിൽ ചെറിയ ചെറിയ ചാലുകളായി, ചാലുകൾ ചേർന്ന് പുഴയായി, പുഴകൾ ചേർന്നൊരു മനുഷ്യ മഹാസമുദ്രമായി ഇതാ നിലമ്പൂർ അങ്ങാടിയിൽ സംഗമിക്കുന്നു. ആ മനുഷ്യ മഹാസമുദ്രങ്ങൾ അതിന് ഓരോരോ രാഷ്ട്രീയ നിറമുണ്ട്. ഓരോ കടലുകൾക്ക് ആ നിറങ്ങളെ വേർതിരിച്ചു നിർത്താൻ പോലീസിന്റെ വലിയ ബാരിക്കേഡുണ്ട്. ആ ബാരിക്കേഡ് ആരും മറികടക്കില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആവേശത്തിന്റെ പരകോടിയിൽ ആവേശത്തിന്റെ അതിരുകടക്കൽ ഉണ്ടാവാതിരിക്കട്ടെ, കയ്യാങ്കളി ഉണ്ടാവാതിരിക്കട്ടെ, അതിനുവേണ്ടി പോലീസ് സംവിധാനങ്ങൾ ശക്തവുമാണ്. സുർജിത്ത് അയ്യപ്പത്തെ വിവരങ്ങളുമായി ചേർന്നു. സുർജിത്ത്, ഈ പറഞ്ഞ രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്കൊക്കെ അപ്പുറം, ആര് ജയിക്കും ആര് തോക്കും എന്ന ചർച്ചകൾക്കും അപ്പുറം തെരഞ്ഞെടുപ്പ് കേരളത്തിൽ ഉത്സവമാണ്. കുട്ടിക്കലാശങ്ങൾ കേരളത്തിൽ ഉത്സവമാണ്. ഏത് ജനകീയ ഉത്സവങ്ങൾ പോലെയും ഓരോ കുട്ടിക്കലാശങ്ങളെയും കേരളം നെഞ്ചേറ്റെടുത്ത് ആഘോഷമാക്കുന്നതാണ്. അത് നിലമ്പൂരിൽ നമ്മളിപ്പോൾ കാണുന്നു. സുർജിത്ത്, തീർച്ചയായും താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ ജനാധിപത്യത്തിന്റെ ഉത്സവം ഇവിടെ നടക്കുന്നു. ആ ഉത്സവ കാഴ്ച, അതിന്റെ ആവേശം, അതെല്ലാം പ്രകടമാകുന്ന വിധത്തിലാണ് എടക്കരയുടെ മണ്ണിൽ, അതായത് നിലമ്പൂരിലെ എടക്കരയുടെ ബസ് സ്റ്റാൻഡിന്റെ മുൻവശത്താണ് ഇത്ര വലിയ ആവേശം കാണുന്നത്. ഒരു ഭാഗത്ത് LDF പ്രവർത്തകർ, മറുഭാഗത്ത് UDF പ്രവർത്തകർ വലിയ ശബ്ദഘോഷങ്ങളോടുകൂടി, അതായത് എത്ര ഡെസിബലാണ് ഇവിടുത്തെ ഈ സൗണ്ട് ബോക്സുകൾക്ക് എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. അവിടെ നിൽക്കുന്നത് തന്നെ വലിയ ശബ്ദമുഖരിതമായ അന്തരീക്ഷത്തിൽ ആളുകൾ ചൂടുവെക്കുന്നു, കുട്ടികൾ ചൂടുവെക്കുന്നു, എല്ലാവരും ചൂടുവെക്കുന്നു. അത് ഈ ഉത്സവ കാഴ്ച തന്നെയാണ്. അത് നമുക്കിവിടെ കാണാൻ കഴിയുന്നു. ശരിക്കും വലിയ രീതിയിൽ, വലിയ ആഘോഷത്തോടു കൂടി തന്നെ ഈ ജനാധിപത്യത്തിന്റെ ഉത്സവത്തെ കൊണ്ടാടുന്നു നിലമ്പൂരുകാർ എന്നുള്ളതാണ്. ഈ ഉപതെരഞ്ഞെടുപ്പിൽ അതിന്റെ ആവേശം, അതായത് വിവിധ ദേശങ്ങളിൽ നിന്ന് പോലും നിരവധി ആളുകളുടെ പങ്കാളിത്തം ഇവിടേക്ക് വന്നിരുന്നു. അതായത് വിവിധ ജില്ലകളിൽ നിന്ന് പോലും നേതാക്കൾ ഇവിടേക്ക് എത്തി, ഇവിടെ കേന്ദ്രീകരിച്ചു. ബൂത്ത് തലങ്ങളിൽ പോലും നേതാക്കൾ പ്രവർത്തിച്ച് ഇടപെട്ട് സംസ്ഥാന നേതാക്കൾ വരെ എത്തി വോട്ട് ചോദിക്കുന്ന ഒരു കാഴ്ചയ്ക്കാണ് കഴിഞ്ഞ ദിവസങ്ങളായി നിലമ്പൂർ സാക്ഷ്യം വഹിച്ചത്. അതിലെല്ലാം പരിസമാപ്തിയാകുന്നു. ഇനി ചാലിയാറിലെ മഴക്കാലത്തെ ഒഴുക്കോളം ആവേശമുണ്ട് ഇവിടെ കാണാൻ കഴിയുന്നത്. അതാണ് നമുക്ക് ഇവിടെ പ്രകടമാകുന്നത്. അത്രമാത്രം വലിയ പങ്കാളിത്തോടുകൂടി, ഘോഷങ്ങളോടുകൂടി ആളുകൾ ഇവിടെ ജനാധിപത്യ ഉത്സവത്തെ കൊണ്ടാടുകയാണ്. ആശ്രയി